കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിലെ ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിന് കരുത്തേകി ബജറ്റ് പ്രഖ്യാപനം. ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിനായി 5 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ബജറ്റ് പ്രഖ്യാപനമെന്നും സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം മുഹമ്മദ് റാഫി ഗ്രാമികയോട് പറഞ്ഞു. കഴിഞ്ഞ ഹജ്ജ് തീർത്ഥാടന കാലത്താണ് കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിൽ ഹജ്ജ് ഹൗസ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായത്. തുടർന്ന് വിമാനത്താവളത്തോട് ചേർന്ന സ്ഥലം വിട്ടുനൽകാൻ സർക്കാർ നിർദ്ദേശവും നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിട്ടുനൽകിയ സ്ഥലം ന്യൂനപക്ഷക്ഷേമ ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെയും കെ ശൈലജ MLAയുടെയും നേതൃത്വത്തിൽ 2024 ഡിസംബർ 10 സന്ദർശിക്കുകയുണ്ടായി. നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് അന്ന് മന്ത്രി പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിനാവശ്യമായ നടപടികൾ വേഗത്തിൽ കൈക്കൊള്ളണമെന്ന് കാണിച്ച് ജില്ലാ കളക്ടർ അടിയന്തര പ്രാധാന്യമായി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. തുടർന്നാണ് സംസ്ഥാന സർക്കാർ ഇത്തവണത്തെ ബജറ്റിൽ ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിനായി 5 കോടി രൂപ അനുവദിച്ചത്. 2025-26 വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ കണ്ണൂർ ഹജ്ജ് ഹൗസിന് വേണ്ടി 5 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഹജ്ജ് എംബാർക്കേഷൻ ആരംഭിച്ചത് മുതൽ അത്യുത്തര മലബാറിലെ ഹജ്ജാജിമാർ ഈ ഒരു ആവശ്യം ഉന്നയിക്കുകയും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന ഹജ്ജ് കാര്യ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും അതിനുവേണ്ടി വലിയ പരിശ്രമം നടത്തിയതിന്റെ കൂടി ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇടപെട്ടുകൊണ്ട് നമ്മുടെ കണ്ണൂർ എംബാർക്കേഷനോടനുബന്ധിച്ച് പുതിയ ഹജ്ജ് ഹൗസ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഇത്തവണത്തെ ബഡ്ജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. അവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം കിൻഫ്രയുടെ കൈവശമുള്ള എയർപോർട്ടിന് വേണ്ടി ഏറ്റെടുത്ത ഭൂമി കഴിഞ്ഞ മാസമാണ് നമുക്ക് വിട്ടുതരാൻ തത്വത്തിൽ തീരുമാനമായത്. അതിന്റെ സാങ്കേതികമായ വിഷയങ്ങളെല്ലാം റവന്യൂ വകുപ്പും അതുപോലെ തന്നെ ജില്ലാ കളക്ടറേറ്റും ചേർന്നുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനിരിക്കുകയാണ്. വിട്ടുനൽകിയ ഭൂമി അളന്ന് അടയാളപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തലശ്ശേരി തഹസിൽദാരെയും പ്ലാൻ എസ്റ്റിമേറ്റ് എന്നിവ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയുമാണ് ചുമതലപ്പെടുത്തിയത്. ഒരുപക്ഷെ ഇത്തവണ ഹജ്ജ് തീർത്ഥാടന കാലത്ത് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് അടുത്ത തീർത്ഥാടന കാലത്ത് ഹജ്ജ് ഹൗസ് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ പൂർത്തിയാക്കാനാകും സർക്കാരിന്റെ ശ്രമം. ഹജ്ജ് ഹൗസിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയാൽ ഹജ്ജ് ക്യാമ്പ് അവിടെയാകും പ്രവർത്തിക്കുക. ക്യാമ്പില്ലാത്ത സമയം പൊതുജനങ്ങളുടെ വിവിധ പരിപാടികൾക്കായി ഹജ്ജ് ഹൗസ് വാടകയ്ക്ക് വിട്ടു നൽകുകയും ചെയ്യും. കേരളത്തിലെ 2ാമത്തെ ഹജ്ജ് ഹൗസാണ് മട്ടന്നൂർ വിമാനത്താവളത്തിന്റെ ഭാഗമായ കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിൽ നിർമ്മിക്കാനൊരുങ്ങുന്നത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.